ഹലോ എവ്രി വൺ, കെയർമിമോ എൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുന്ന പ്രഗ്നന്റ് ലേഡീസിന് യൂസ്ഫുൾ ആവുന്ന 2-3 കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്, അതുപോലെ ന്യൂ ബോൺ ബേബീസിന് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിയത്, കുഞ്ഞിന് വാങ്ങിയതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതെല്ലാനും അതിന്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രഗ്നൻസിയുടെ 9 മന്ത് ഏകദേശം ആയി കഴിയുമ്പോൾ, അതായത് 3rd ട്രൈമസ്റ്റർ ആയി കഴിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എമർജൻസി എക്സ്പെക്ട് ചെയ്യാം. എപ്പോഴാണ് വാട്ടർ ബ്രേക്കേജ് വന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള എമർജൻസി ആണ് വന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റൽ ബാഗ്, അതായത് അമ്മയ്ക്കുള്ളതും കുഞ്ഞിനുള്ളതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി വാഷ് ചെയ്ത് നല്ലപോലെ അയൺ ചെയ്തൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ പോകുമുള്ള ഹറിബറി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് എല്ലാ സാധനങ്ങളും ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. മറ്റുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ റിലേറ്റീവ്സിനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് എനിക്കൊരു ലാസ്റ്റ് ചെക്കപ്പ് വന്ന സമയത്ത്, ലാസ്റ്റ് സ്കാനിങ്ങിന്റെ ചെക്കപ്പ് വന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നമ്മൾ അഡ്മിഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രൈവറ്റ് പാർട്സിൽ, അതായത് ആം ഹോളിലെ ഹെയർ, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലെ ഹെയർ എല്ലാനും നല്ലപോലെ ട്രിം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഷേവ് ചെയ്യരുത്, കാരണം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതില്ലാണ്ടിരിക്കാനായിട്ട് ട്രിമ്മർ ഉപയോഗിച്ച് ട്രിം ചെയ്ത് നീളം നന്നായിട്ട് നല്ലപോലെ കുറച്ചിട്ട് വരാൻ പറഞ്ഞു. ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവര് സ്റ്റാഫ് നഴ്സ് നമുക്ക് അവിടെ ഷേവ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഞാനിപ്പോ സിസേറിയൻകാരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഈ ഒരു രീതി തന്നെ ആയിരിക്കുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഡോക്ടർ ആ ലാസ്റ്റ് വിസിറ്റിൽ ചെന്നപ്പോൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ആംഹോളിലെ എന്നുണ്ടെങ്കിലും അതുപോലെ പ്രൈവറ്റ് പാർട്ടിലെ എന്നുണ്ടെങ്കിലും ഹെയർ എല്ലാവരും നല്ലപോലെ ഷോർട്ട് ആക്കി ട്രിം ചെയ്തിട്ടാണ് പോയിരുന്നത്. അവിടെ ചെന്നിട്ട് അവർ ഷേവ് ചെയ്ത് കളയുകയും ചെയ്ത് കംപ്ലീറ്റ് ഹെയർ എല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്ത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ നെയിൽസ് എല്ലാം നല്ലപോലെ ട്രിം ചെയ്ത് ഹൈജീൻ ആയിട്ട് വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ നേരത്തെ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. അതുപോലെ ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മളത് എല്ലാം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ ഡോക്യുമെന്റ്സും, അതായത് എനിക്ക് അന്ന് ഞാൻ 24-ാം തീയതി എനിക്ക് അഡ്മിഷൻ പറഞ്ഞിരുന്നു. അപ്പൊ 24-ാം തീയതി അഡ്മിറ്റ് ആയ സമയത്ത് നമുക്ക് നഴ്സ് ഈവനിങ് ആ ടൈമിൽ വന്ന് ചോദിക്കണം നമ്മുടെ സ്കാൻ റിപ്പോർട്ട്, ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ട്, ബ്ലഡ് ചെക്ക് ചെയ്തതിന്റെ റിപ്പോർട്ട്. ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മന്ത് ഒക്കെ പിന്നെ ഒന്നുകൂടി കംപ്ലീറ്റ് ടെസ്റ്റ്, നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഒരു ഫേസിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഇല്ലേ, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ്, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും. 8 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും, 8 മന്ത് ഏകദേശം തീരാറായപ്പോഴത്തേക്കും. അപ്പൊ അതിന്റെ റിപ്പോർട്ട്, പിന്നെ അനസ്തേഷ്യ കണ്ടതിന്റെ റിപ്പോർട്ട്, പിന്നെ നമ്മൾ ECG എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ECGയുടെ റിപ്പോർട്ട്, പിന്നെ എന്തായിരുന്നു, ഇത്രയും റിപ്പോർട്ട്സ് നമുക്ക് അവിടെ തലേദിവസം രാത്രി സിസ്റ്റർമാര് വന്ന് വാങ്ങിക്കൊണ്ട് പോകും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അതെല്ലാം ഓൾറെഡി ബ്ലഡ് നമ്മൾ ചെയ്തതിന് റിപ്പോർട്ടിൽ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് എന്റെ ലേറ്റസ്റ്റ് ചെയ്തതിലുണ്ടായിരുന്നില്ല, ആദ്യം ചെയ്തതിലായിരുന്നു ബ്ലഡ് ഗ്രൂപ്പിന്റെ. അപ്പൊ 2 റിപ്പോർട്ട് കൂടി കൊടുക്കേണ്ടി വന്നു അവർക്ക്. അപ്പൊ നമ്മൾ എല്ലാം ത്രൂ ഔട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും കയ്യിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്കൊരു ഉപകാരം. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഹോസ്പിറ്റലില് നമ്മൾ അമ്മമാർക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കൊടുക്കാനായിട്ട് ഒരു പാക്ക്, അതായത് ഒരു ഓപ്പൺ നൈറ്റി, ഒരു സ്കേർട്ട്, അണ്ടർ സ്കേർട്ട്, പിന്നെ ഇന്നർ, പിന്നെ കോട്ടൺ ക്ലോത്ത്, പിന്നെ ഒരു തോർത്ത് കൂടി വെച്ചിട്ടുള്ള ഒരു പാക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതെനിക്ക് അത്രയും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് അവിടെ തിയേറ്ററിൽ ആകെ ആവശ്യമായിട്ട് വന്നത് കോട്ടൺ ക്ലോത്ത് മാത്രമാണ്. ഇപ്പോ സാനിറ്ററി നാപ്കിനും കോട്ടൺ ക്ലോത്തും അവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് സാനിറ്ററി നാപ്കിന് അലർജി ആയതുകൊണ്ട്, അതായത് ഇൻഫെക്ഷൻ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അവിടെ കൂടുതലും ഇങ്ങനെ ചൂടടിഞ്ഞുകൂടാ, പിന്നെ അത് വിയർക്ക, ഇൻഫെക്ഷനിലേക്ക് മാറാന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ സാനിറ്ററി നാപ്കിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ആദ്യത്തെ ഒരു 5 ഡേയ്സിലേക്ക് നോർമൽ കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, 5 ഡേയ്സ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ
താല്പര്യം ഉണ്ടെങ്കിൽ സാനിറ്ററി നാപ്കിൻ വെക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ കോട്ടൺ ക്ലോത്ത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് സാനിറ്ററി നാപ്കിനോട് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. തിയേറ്ററിൽ ആകെ ചോദിക്കുന്ന 2 ഐറ്റം ഇത് ഈ സാനിറ്ററി നാപ്കിനും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത് ആയിരിക്കും. ഓപ്പൺ നൈറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് നമ്മളെ മാറ്റി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇടിയിക്കുന്നത്. തിയേറ്ററിൽ നമുക്ക് ഇതൊന്നും കൊടുക്കേണ്ടി വരില്ല. അതുപോലെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗില് അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നത് നമ്മൾ 5 ദിവസത്തേക്കുള്ള ഡ്രസ്സുകളാണ്. ശരിക്കും എനിക്ക് 5 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ തന്നെ ആവശ്യമായിട്ട് വന്നു. കാരണം സിസേറിയൻ ആയതുകൊണ്ട് നമുക്ക് 5 ദിവസം അവിടെ ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5ാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് എടുത്തു വെച്ചിരുന്നത്, അതായത് എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന എല്ലാ ഐറ്റംസും എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അതിനകത്തൊന്നും എനിക്ക് യൂസ്ഫുൾ അല്ലാത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്തു വെച്ചില്ല, അതായത് ബേബിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചില്ല. എനിക്ക് കൂടുതലും യൂസ്ഫുൾ ആയത്, അതായത് മോന്റെ ടൈമിൽ ഫസ്റ്റ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന്റെ കംപ്ലീറ്റ് NICU-ലായിരുന്നു. അപ്പൊ അവന് ആ സമയത്ത് ഡയപ്പറും അതുപോലെ തന്നെ വെറ്റ് വൈപ്പ് മാത്രമേ അവരോട് ചോദിച്ചുള്ളൂ. ബാക്കി റിസീവിങ് ടവൽ, അതായത് നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഒരു റിസീവിങ് ടവൽ എടുത്ത് നമ്മൾ കൊണ്ടുപോകണം. അവിടെ നിന്ന് ഒരു ടവലിലേക്ക് നമുക്ക് നല്ല സ്വാഡിൽ ചെയ്തിട്ട് തരുള്ളൂ. നമ്മൾ തിരിച്ച് NICU കൊണ്ടുപോകുമ്പോൾ ആ സ്വാഡിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് തന്നു വിടുമായിരുന്നു. അപ്പൊ അവനാകെ ഈ 2 ഐറ്റംസേ വേണ്ടി വന്നുള്ളൂ. ബാക്കി ഞാൻ കൊണ്ടുപോയ എല്ലാ ഐറ്റംസും, അതായത് ഞാൻ നേരത്തെ ആ ഡെലിവറി നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുന്ന വീട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മോന് ഞാൻ മറ്റേ സോപ്പ്, മറ്റേ സെബാമെഡിന്റെ സോപ്പ്, ലോഷൻ, അതുപോലെ നെയിൽ കട്ടർ, അങ്ങനെ വേണ്ടുന്ന എല്ലാ ഐറ്റംസും. കാരണം ഫസ്റ്റ് ഡെലിവറി നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ 2-3 വീഡിയോസ് ഒക്കെ നോക്കി അതിനകത്ത് ഐറ്റംസ് ഒക്കെ കണ്ടുകൊണ്ട് ഞാനിതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇവൻ ഞാൻ കൊണ്ടുപോയ ജബ്ലാസ് പോലും എനിക്കധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല. അവിടെ ആകെ ഒരു റോംബറും പിന്നെ കയ്യിന് മിറ്റൻസും പിന്നെ ഒരു ജബ്ലയും, അതും നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇടിയിച്ച് കൊണ്ടുവന്നത് മാത്രമേ മോന് ആവശ്യമായിട്ട് വന്നുള്ളൂ. അതേസമയം നമുക്ക് മോക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതിന്റെ മഞ്ഞപ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവളെ ഞാൻ സിസേറിയൻ കഴിഞ്ഞ് ആ ഒരു ഒബ്സർവേഷൻ ഇരിക്കുന്ന ടൈം മാത്രമാണ് NICU-ല് ഇരുത്തിയിരുന്നത്. അപ്പൊ ആ സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ സമയത്ത് ഒരു ഡയപ്പർ അവിടെ മേടിപ്പിച്ചു. ഞാൻ ഇവിടെ തിയേറ്ററിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഡയപ്പർ കൊണ്ടുപോയെങ്കിലും അവരവിടെ നിന്ന് ഡയപ്പർ മേടിപ്പിച്ചായിരുന്നു. അതിൽ വെറ്റ് വൈപ്പും അവിടെ തന്നെ ഫാർമസിയിൽ നിന്ന് മേടിപ്പിച്ചായിരുന്നു. നമ്മൾ കൊണ്ടുപോയത് അവർ മേടിച്ചില്ല. അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയി ഓൾറെഡി സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ 2ാമത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കൊച്ചിനെ ആ സമയത്ത് 2 മാത്രമേ അവരെടുത്തോളൂ NICU-ല്. ബാക്കി നമ്മുടെ കയ്യിലേക്ക് തന്നതിന് ശേഷം നമ്മൾ കൊണ്ടുപോയ ഉടുപ്പുകൾ, അതായത് കുട്ടി ജബിലൊക്കെ ഇടിയിച്ചായിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ടുപോയ ഐറ്റംസിൽ റോംബർ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് എടുത്തായിരുന്നു. അതുപോലെ നെറ്റ് ബെഡ്, മോസ്കിറ്റോ ബെഡ് എടുത്തത് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ മോൾക്ക് നമ്മൾ എടുത്തതെല്ലാനും, നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയതെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. മസ്ലിൻ സ്വാഡിലാണെന്നുണ്ടെങ്കിലും മറ്റു ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും കൊച്ചിന് നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു എല്ലാനും. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കുഞ്ഞിന്റെ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമില് നമ്മൾ ബാത്ത് സോപ്പ് ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പൊക്കിൾ കൂടി വിട്ടതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുന്നത്. അത് നമ്മൾ എന്തായാലും വീട്ടിൽ വന്നിട്ടായിരിക്കും കുളിപ്പിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിന് വേണ്ടി എടുത്തു വെക്കുന്ന ഐറ്റംസിൽ നമ്മൾ സോപ്പും കാര്യങ്ങളൊന്നും എടുത്തു വെക്കേണ്ട, ഓയിലും സോപ്പും ഒന്നും എടുത്തു വെക്കേണ്ട. ബേബി ക്ലോത്ത് മെയിനായിട്ടും സ്വാഡിൽ റാപ്പ് എടുക്കണം. അതുപോലെ ഹുഡഡ് ടവല് വേണം. പിന്നെ റോംബേഴ്സ് ജബ്ല, പിന്നെ മിറ്റൻസ്. അവരുടെ കയ്യിൽ നല്ല ഷാർപ്പായിട്ടുള്ള നഖം ഉണ്ടാവും. സ്വന്തം മുഖത്ത് തന്നെ അവര് മാന്തി അത് പൊട്ടി പാടൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടും ബേബിക്ക് വേണ്ടി നമ്മൾ മറക്കാണ്ട് എടുത്തു വെക്കേണ്ടത്. ബാക്കി നമുക്ക് സൗകര്യം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ട് വരുള്ളൂ. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് തന്നിരുന്ന ഡേറ്റിനേക്കാളും ഒരു 3-4 ദിവസം മുമ്പായിട്ട് നമുക്ക് എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അതേസമയം നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം എക്സ്പെക്റ്റഡ് ആയിരുന്നു. 24th നമുക്ക് അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞു, 25th സിസേറിയൻ, ബേബി ഗേൾ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മഞ്ഞപ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം ഫോട്ടോതെറാപ്പി എല്ലാം ചെയ്ത് NICU-ല് കൗണ്ട് എല്ലാം നോർമൽ ആക്കിയതിനു ശേഷം നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നത്. ആ ന്യൂ ബോൺ ബേബീസിന് ബൈ ബർത്ത് ടൈമിൽ ഉണ്ടാകുന്ന 2-3 കാര്യങ്ങളെ കുറിച്ച്, അതായത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, അതായത് ആദ്യത്തെ മോനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ 2ാമത്തെ മോൾക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്തിടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എന്റെ ഡെലിവറി എക്സ്പീരിയൻസും
ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിടാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം ഫാമിലിയിൽ വേറെ എക്സ്പെക്ടിങ്, അതായത് നമ്മുടെ ഡേറ്റ് ഒക്കെ എടുത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബേബിക്ക് ഉണ്ടാക്കാൻ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബി പ്രൊഡക്ട്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്നതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.